Good afternoon. Good afternoon, ma'am. Okay, നമ്മള് ഡയാലിസിസ് സർവീസ് അല്ലേ എടുത്തുകൊണ്ടിരുന്നത്? ചാപ്റ്റർ ലാസ്റ്റ് ഭാഗം ആയില്ലായിരുന്നോ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് വെരിഫൈ കംപ്ലീറ്റ് ആയിരുന്നോ? അത് കംപ്ലീറ്റ് ആയോ? എല്ലാ പോയിന്റ്സ് മിസ് പറഞ്ഞില്ലേ കഴിഞ്ഞ ക്ലാസ്സില്? ഓക്കെ, ഈ പേഷ്യന്റ് റെസ്പോൺസിബിലിറ്റി സ്റ്റാർട്ട് ചെയ്യണം അല്ലെ? ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു ഡയാലിസിസ് പേഷ്യന്റിന്റെ റെസ്പോൺസിബിലിറ്റി, ഡയാലിസിസ് പേഷ്യന്റ് ആവണമെന്നില്ല, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ വരുന്ന ഏതൊരു പേഷ്യൻസിന്റെയും റെസ്പോൺസിബിലിറ്റി ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് കേട്ടോ. ഒരു 5 പോയിന്റ്സേ ഉള്ളൂ പേഷ്യൻസ് റെസ്പോൺസിബിലിറ്റിയിൽ. ഫസ്റ്റ് വൺ പറയുന്നത് പ്രൊവൈഡ് ഇൻഫർമേഷൻ. അതായത് ഹോസ്പിറ്റലുകാർ നമ്മളോട് പേഷ്യൻസിനോട് അവരിൽ നിന്ന് കുറച്ച് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാറുണ്ട് അല്ലെ? പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, അവരുടേതായിട്ടുള്ള രോഗവുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ്, ഇതൊക്കെ ആ ഹോസ്പിറ്റലുകാര് ചോദിക്കുന്നതിനനുസരിച്ച് അന്വേഷിക്കുന്നതിനനുസരിച്ച് കൃത്യമായ ഇൻഫർമേഷൻസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ നൽകുക എന്നത് ഒരു പേഷ്യന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. രണ്ടാമത്തെ പോയിന്റ് അസോസിയേറ്റ് വിത്ത് ഡോക്ടേഴ്സ് ഇൻ ദ കോഴ്സ് ഓഫ് എക്സാമിനേഷൻ ട്രീറ്റ്മെന്റ്. അവർക്ക് എക്സാമിനേഷൻ പരിശോധനകൾ നടത്തുന്നുണ്ടാവാം, അവർക്ക് ട്രീറ്റ്മെന്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവാം. അതിന്റെയൊക്കെ ആ ഒരു സമയത്ത് ഡോക്ടേഴ്സുമായിട്ട് നല്ല രീതിയിൽ സഹകരിക്കുക എന്നതാണ് രണ്ടാമത്തെ റെസ്പോൺസിബിലിറ്റി. അസോസിയേറ്റ് വിത്ത് ഡോക്ടേഴ്സ് ഇൻ ദ കോഴ്സ് ഓഫ് എക്സാമിനേഷൻ ട്രീറ്റ്മെന്റ്. അവർക്ക് പരിശോധന നടത്തുമ്പോഴായിക്കോട്ടെ, ചികിത്സകൾ നൽകുമ്പോഴായിക്കോട്ടെ, ഡോക്ടേഴ്സുമായിട്ട് പേഷ്യൻസ് നല്ല രീതിയിൽ സഹകരിക്കുക എന്നത് രണ്ടാമത്തെ റെസ്പോൺസിബിലിറ്റി. തേർഡ് വൺ ആണ് abide by all instructions. ഇപ്പൊ ഡോക്ടേഴ്സ് നൽകുന്ന നിർദ്ദേശങ്ങളാവാം, അല്ലെങ്കിൽ അവിടുത്തെ മറ്റ് മെഡിക്കൽ പ്രൊഫഷണൽസ് ആയിട്ടുള്ള ഹെൽത്ത് പ്രൊഫഷണൽസ് ആയിട്ടുള്ള നഴ്സസോ അല്ലെങ്കിൽ പാരാമെഡിക്സോ ആരാണോ അവര് നൽകുന്ന നിർദ്ദേശങ്ങൾ, എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കുക എന്നതാണ് മൂന്നാമത്തെ റെസ്പോൺസിബിലിറ്റി. എന്തൊക്കെയായിരുന്നു? പ്രൊവൈഡ് ഇൻഫർമേഷൻ, മതിയായിട്ടുള്ള ഇൻഫർമേഷൻസ് ഹോസ്പിറ്റലിലെ ജീവനക്കാർക്ക് നൽകുക. പേഷ്യൻസുമായി ബന്ധപ്പെട്ട പേഴ്സണൽ ഇൻഫർമേഷൻസ് ആവാം, അല്ലെങ്കിൽ അവരുടെ രോഗവുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് ആവാം. അതെന്ത് ചെയ്യുക? കൃത്യമായിട്ട് അവർക്ക് നൽകുക എന്നുള്ളതാണ്. ഹോസ്പിറ്റലിലെ ജീവനക്കാർ അന്വേഷിക്കുന്നതിനനുസരിച്ച് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. അതാണ് ഒന്നാമത്തെ റെസ്പോൺസിബിലിറ്റി. Second responsibility, associate with doctors in the course of examination treatment. അതുപോലെ തന്നെ രണ്ടാമത്തെ റെസ്പോൺസിബിലിറ്റി ആണ് ഡോക്ടറുമായി ബന്ധപ്പെട്ട ഡോക്ടേഴ്സ് നമുക്ക് പരിശോധനകൾ നടത്തുമ്പോഴും അതുപോലെ തന്നെ ട്രീറ്റ്മെന്റുകൾ നൽകുമ്പോഴും അവരോട് ഡോക്ടറുമായിട്ട് നല്ല രീതിയിൽ ഒരു പേഷ്യന്റ് സഹകരിക്കുക എന്നതാണ് രണ്ടാമത്തെ റെസ്പോൺസിബിലിറ്റി. മൂന്നാമത്തെ റെസ്പോൺസിബിലിറ്റി abide by all instructions. ഡോക്ടേഴ്സ് നൽകുന്ന നിർദ്ദേശങ്ങളാവാം, നഴ്സസോ മറ്റ് ഹെൽത്ത് പ്രൊഫഷണൽസിലെ ജീവനക്കാരോ നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായിട്ട് പാലിക്കുക എന്നതാണ് മൂന്നാമത്തെ റെസ്പോൺസിബിലിറ്റി. ഫോർത്ത് വൺ, പേ ഹോസ്പിറ്റൽ അഗ്രീഡ് ഫീസ് ഓൺ ടൈം. നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമുക്ക് ഓരോ സർവീസ് തരുമ്പോഴും ഇത്രയും ഫീസ് ഉണ്ട് അല്ലെ? ഏതൊരു സർവീസിനും ഒരു ലിമിറ്റഡ് ഫീസ് ഉണ്ടല്ലോ, നമ്മുടെ ഈടാക്കാറുണ്ട് അല്ലെ? ചെയ്യാറില്ലേ? നമ്മൾ അതിനല്ലേ പേയ്മെന്റ് ബില്ലൊക്കെ അടയ്ക്കുന്നത് അല്ലെ? ഇത്ര രൂപ ഫീസ് ഉണ്ടാവും. അവര് എഗ്രി ചെയ്തത് നമ്മളോട് ഓൾറെഡി നമ്മളോട് പറഞ്ഞിട്ടാണ്. നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ? ഓൾറെഡി നമ്മളോട് പറയണം ഇല്ലേ? എത്ര രൂപ നമുക്കൊരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് ഇത്ര രൂപ ചിലവ് വരും, അല്ലെങ്കിൽ ബിൽ ഓഫ് പേയ്മെന്റ് ഓഫ് ബില്ല് ഇത്ര രൂപയായിരിക്കും വരാൻ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ നമുക്ക് പറഞ്ഞ് നമ്മൾ ഓൾറെഡി എഗ്രി ചെയ്തിട്ടുള്ള ഫീസ് കൃത്യസമയത്ത് പേ ചെയ്യുക അല്ലെങ്കിൽ അടയ്ക്കുക എന്നതാണ് അടുത്തൊരു റെസ്പോൺസിബിലിറ്റി പറയുന്നത്. ഇനി അഞ്ചാമത്തെ റെസ്പോൺസിബിലിറ്റി എന്താ? റെസ്പെക്ട് നൊബിലിറ്റി ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് അതർ ഹോസ്പിറ്റൽ സ്റ്റാഫ്. ഇപ്പൊ ഡോക്ടേഴ്സിന്റെയും മറ്റ് ഹോസ്പിറ്റൽ സ്റ്റാഫുകളുടെയൊക്കെ ആ ഒരു മഹത്വം അല്ലെങ്കിൽ അവരുടെ ആ ഒരു മഹാമനസ്കതയെ റെസ്പെക്ട് ചെയ്യുക അല്ലെങ്കിൽ ബഹുമാനിക്കുക. അപ്പൊ 5 റെസ്പോൺസിബിലിറ്റി ആണ് പറഞ്ഞത്.
ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ ഡോക്ടേഴ്സുമായിട്ട് പരിശോധന നടത്തുമ്പോഴും ചികിത്സ നൽകുമ്പോഴും നന്നായി സഹകരിക്കുക. അവർ നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായിട്ട് പാലിക്കുക. ഹോസ്പിറ്റൽസിനോട് നമ്മൾ എഗ്രി ചെയ്തിട്ടുള്ള, നമ്മൾ കൊടുത്തന്നേക്കാം എന്ന് പറഞ്ഞ് നമ്മൾ എഗ്രി ചെയ്തിട്ടുള്ള ഫീസ് കൃത്യസമയത്ത് അടയ്ക്കുക. അതുപോലെ തന്നെ ഡോക്ടേഴ്സിന്റെയും മറ്റ് ഹോസ്പിറ്റൽ സ്റ്റാഫുകളുടെയും അവരുടെ നൊബിലിറ്റി എന്ന് വെച്ചാൽ അവരുടെ മഹത്വം അല്ലെങ്കിൽ മഹാമനസ്കത ഇതെല്ലാം മനസ്സിലാക്കുകയും അവരോട് ഒരു ബഹുമാനം നൽകുകയും അതിനൊരു ബഹുമാനത്തോടു കൂടി സംസാരിക്കാനും പ്രവർത്തിക്കുക. ആ ഒരു റെസ്പെക്ട് അവർക്ക് എപ്പോഴും കൊടുക്കുകയും ചെയ്യുക. ഇത്രയും ഒരു പേഷ്യൻസിന്റെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റിയാണ്. വേഗം ഒന്ന് നോക്കി. ചെയ്യുമ്പോ റിപ്ലൈ ചെയ്യണേ. ക്ലിയർ അല്ലേ? ഓക്കെ. ദെൻ ലാസ്റ്റ് ഭാഗമാണ് ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് എ ഡയാലിസിസ് കോർഡിനേറ്റർ. ഒരു ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട അവരുടെ ഉത്തരവാദിത്തങ്ങളാണ് താഴെ പറയുന്നത്. ഫസ്റ്റ് പോയിന്റ്, make sure that the clinical team provides the highest level of care to the patients by taking care of their safety, comfort and well-being. അവരുടെ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ ആദ്യത്തെ റെസ്പോൺസിബിലിറ്റി ആണ് പറയുന്നത്. Make sure that the clinical team provides the highest level of care to the patient by taking care of their safety, comfort and well-being. So വരുന്ന ഓരോ പേഷ്യൻസിനും, ഒരു ഡയാലിസിസിന് വേണ്ടി വരുന്ന ഓരോ പേഷ്യൻസിന്റെയും അവരുടെ സുരക്ഷ, അവരുടെ കംഫർട്ട്, അവരുടെ വെൽബീയിങ് അല്ലെങ്കിൽ ക്ഷേമം മുതലായവയൊക്കെ പരിഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ കണക്കിലെടുത്തുകൊണ്ട് വരുന്ന ഓരോ പേഷ്യൻസിനും ഒരു ഉയർന്ന നിലവാരത്തിലുള്ള പരിചരണം അവിടുത്തെ ക്ലിനിക്കൽ ടീം നൽകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക എന്നതാണ് ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി. ക്ലിയർ ആയോ? Make sure that the clinical team provides the highest level of care to the patients by taking care of their safety, comfort and well-being. ഡയാലിസിസ് ചെയ്യാൻ വരുന്ന ഓരോ പേഷ്യൻസിന്റെയും സുരക്ഷ, അവരുടെ കംഫർട്ട്, അവരുടെ ക്ഷേമം മുതലായ കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് അവിടുത്തെ ക്ലിനിക്കൽ ടീം നല്ല ഒരു ഉയർന്ന നിലവാരത്തിലുള്ള പരിചരണം വരുന്ന ഓരോ പേഷ്യൻസിനും നൽകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയാണ് ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി ക്ലിയർ ആയോ? Okay. Second responsibility, examine and solve problems that fall outside of the domain of the nurse, clinician, concerning patient care and management and associate with other departments and care providers. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഒരു ഡയാലിസിസ് ഡിപ്പാർട്ട്മെന്റിനുള്ളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് മാത്രമല്ല, ഇപ്പൊ അവിടുത്തെ നഴ്സസിന്റെ ഇടയിലല്ലാതെ അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ ഇടയിലല്ലാതെ ആയിരിക്കാം. അതല്ലാതെ ആ ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, അതിലൂടെ മാനേജ്മെന്റിന് വേണ്ടി അല്ലെങ്കിൽ അതുമായി സഹകരിച്ചു പോകുന്ന മറ്റു ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, ഒരുപാട് കെയർ പ്രൊവൈഡേഴ്സ് ഉണ്ട്. ഇവരുടെയൊക്കെ ഇടയില് അവർ തമ്മിലോ അല്ലെങ്കിൽ അവരുടെ ഇടയിലോ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പരിശോധിക്കുകയും എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കുകയും ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യുകയും ചെയ്യുക. രണ്ടാമത്തെ എന്താണ്? എക്സാമിൻ ആൻഡ് സോൾവ് പ്രോബ്ലംസ് that fall outside of the domain of the nurse, clinician, concerning patient care and management and associate with other department and care providers. But dialysis department യൂണിറ്റിനുള്ളിലുള്ള ആളുകൾ തമ്മിലുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ, അല്ല എങ്കിൽ അതുമായി ബന്ധപ്പെട്ട അതിന്റെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട തമ്മിലുള്ളതായിക്കോട്ടെ, അല്ലെങ്കിൽ അതിനോട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന കെയർ പ്രൊവൈഡേഴ്സോ അല്ലെങ്കിൽ മറ്റു ഡിപ്പാർട്ട്മെന്റുകളുടെ ഇടയിലും എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പരിശോധിച്ച പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയും അതിനെ ആ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യുകയും ചെയ്യുകയാണ് രണ്ടാമത്തെ റെസ്പോൺസിബിലിറ്റി. ക്ലിയർ ആണോ? സെക്കൻഡ് റെസ്പോൺസിബിലിറ്റി. ഓക്കെ. തേർഡ് വൺ ആണ് gather, assess, screens and respond to a wide range of requests for information from patients and other staff who represent different levels of the organization.
അതായത് ഇവിടെ ഒരു പേഷ്യന്റ് ആയിക്കോട്ടെ, മറ്റ് സ്റ്റാഫുകളായിക്കോട്ടെ, അവർക്ക് ഡിഫറെന്റ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, അതായത് ഓരോ ഓർഗനൈസേഷന്റെ ഡിഫറെന്റ് ലെവലുകളിൽ നിൽക്കുന്ന പേഷ്യൻസിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് സ്റ്റാഫുകളിൽ നിന്നും കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യുക എന്ന് പറഞ്ഞാൽ കളക്ട് ചെയ്യുക, അത് അസസ് ചെയ്യുക, അത് വിലയിരുത്തുക, സ്ക്രീൻ അത് പരിശോധിക്കുകയും അതിനനുസരിച്ചുള്ള പ്രതികരണം അല്ലെങ്കിൽ റെസ്പോൺസ് കൊടുക്കുക ടു വൈഡ് റേഞ്ച് ഓഫ് റിക്വസ്റ്റ്. അപ്പൊ നമുക്കറിയാം ഒരു ഡിപ്പാർട്ട്മെന്റ് നടത്തുന്നു, അതിൽ പ്രത്യേകമായിട്ട് ഇപ്പൊ ഒരു ഡയാലിസിസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു ഡയാലിസിസ് ചെയ്യുന്ന ആ ഒരു കെയർ ടീമുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന സർവീസുമായി ബന്ധപ്പെട്ട് പേഷ്യൻസിന് കുറെ അധികം റിക്വസ്റ്റുകൾ ഉണ്ടാവും അല്ലെ. ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മള് ഇപ്പൊ അവിടുത്തെ ആളുകളോട് പറയാറുണ്ട് ഇങ്ങനെ ഒരു മാറ്റം വന്നാൽ നല്ലതായിരിക്കാം, ശരിയല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അപ്പൊ പേഷ്യൻസിന്റെ ആവശ്യകതകൾക്ക് അനുസരിച്ച് അവര് ഈ പറയുന്ന ഒരു ഡയാലിസിസ് കോർഡിനേറ്ററോട് റിക്വസ്റ്റുകൾ കൊടുക്കാറുണ്ട്. അതുപോലെ അവിടുത്തെ സ്റ്റാഫുകൾക്കും ചില ആവശ്യങ്ങൾ ഉണ്ടാകുമല്ലോ, ഉണ്ടാവില്ലേ? അവിടുത്തെ സ്റ്റാഫുകൾക്കും പല ലെവലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കും ഇതേ രീതിയിലുള്ള റിക്വസ്റ്റുകൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അതെല്ലാം നമുക്ക് പൂർത്തീകരിച്ചു കൊടുക്കാൻ പറ്റില്ല അല്ലെ. എല്ലാം പൂർത്തീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇപ്പൊ പേഷ്യൻസ് പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ല, പക്ഷെ അവരുടെ കംഫർട്ടിനനുസരിച്ച് കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും അല്ലെ. അപ്പൊ അവരുടെ റിക്വസ്റ്റ്, അവരുടെ ഇപ്പൊ പറഞ്ഞ പോലെ പേഷ്യൻസിൽ നിന്നാണെങ്കിലും അതുപോലെ തന്നെ ഡിഫറെന്റ് ലെവലിൽ നിൽക്കുന്ന അവരുടെ സ്റ്റാഫുകളിൽ നിന്നാണെങ്കിലും ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ്, ഇങ്ങനെയുള്ള റിക്വസ്റ്റുകൾ ഏതൊക്കെ സ്ഥലങ്ങളിൽ ഇംപ്രൂവ്മെന്റ്സ് നടത്തണം, എവിടെയൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടതും എവിടെയൊക്കെയാണ് ചേഞ്ചസ് വേണ്ടി വരുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് അവരിൽ കളക്ട് ചെയ്യുക. അങ്ങനെ വന്നിട്ടുള്ള വൈഡ് റേഞ്ച് ഓഫ് റിക്വസ്റ്റുകളിൽ നിന്ന് കൃത്യമായിട്ട് അത് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുകയും അത് വിലയിരുത്തുകയും അതിനനുസരിച്ചുള്ള ഒരു പ്രതികരണം എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, ഒരു റിക്വസ്റ്റ് വന്നാൽ അത് പരിശോധിക്കുന്നുണ്ടല്ലേ അവര്. ഒരു പേഷ്യന്റ് ഇപ്പൊ ഒരു റിക്വസ്റ്റ് പറയാണ് ഇങ്ങനെ വന്നാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എന്നൊരു റിക്വസ്റ്റ്, അതായാൽ കൊള്ളാമായിരുന്നു അല്ലെങ്കിൽ അത് അങ്ങനെ ആക്കാമോ എന്നൊരു റിക്വസ്റ്റ് കൊടുക്കുമ്പോ ആ റിക്വസ്റ്റ് നമ്മൾ ആദ്യം പരിശോധിക്കുകയാണ്, അത് അവിടെ ആവശ്യമുണ്ടോ, അവർ പറഞ്ഞ കാര്യം ശരിയാണോ, അതിനനുസരിച്ച് അത് ചെക്ക് ചെയ്ത് അത് നല്ലൊരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു മാറ്റം സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു റിക്വസ്റ്റ് ആണെങ്കിൽ അത് നമ്മൾ അവിടെ പ്രാബല്യത്തിൽ കൊണ്ടുവരിക എന്നതാണ് അവിടെ റെസ്പോൺസ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? എന്തിലേക്കാണ് വരുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ ഇപ്പൊ സ്റ്റാഫുകൾക്ക് അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ അവിടുത്തെ സർവീസ് നല്ലതായിട്ട് കൊടുക്കണമെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതൽ വേണം എന്ന് അവർക്കൊരു റിക്വസ്റ്റ് അവർ ഈ ഒരു ഡയാലിസിസ് കോർഡിനേറ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണോ എന്ന് ആദ്യം ഇത് പരിശോധിക്കും. അതിനുശേഷം ഓക്കെയാണ്, നമ്മുടെ സർവീസ് മികച്ചതാക്കാൻ ഇത് നല്ലൊരു ഓപ്ഷൻ ആണ് എന്ന് തോന്നിയാൽ അവിടെ റെസ്പോൺസ് എന്തായിരിക്കും, ആ എക്യുപ്മെന്റ് അല്ലെങ്കിൽ ആ സേവനം അവിടെ കൊണ്ടുവരിക, സ്ഥാപിച്ച് അവർക്ക് നൽകുക എന്നുള്ളതാണ്. അതിനനുസരിച്ചുള്ള കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഇവരിൽ നിന്ന് കളക്ട് ചെയ്യുന്നു, അത് വിലയിരുത്തുന്നു, അത് കൃത്യമായ പരിശോധനയിലൂടെ കടത്തിവിട്ടുകൊണ്ട് അതിനനുസരിച്ച് ആ റിക്വസ്റ്റിനനുസരിച്ചുള്ള പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്യുന്നു. ക്ലിയർ ആണോ? ആ പോയിന്റ് മനസ്സിലായോ? തേർഡ് പോയിന്റ്. Okay. Then fourth point പറയുന്നത് helps in the development and implementation of the discharge plans including apt community services. എന്താണ് ഡിസ്ചാർജ് പ്ലാനുകൾ? ഇപ്പൊ ഒരു ഡയാലിസിസ് സർവീസിൽ നിന്നും ഡിസ്ചാർജ് ആയി പോകുന്ന എന്താണ് പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവർ ബന്ധപ്പെട്ട ഡിസ്ചാർജ് പ്ലാനുകൾ കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്യുക, അതവിടെ ഇംപ്ലിമെന്റ് ചെയ്യുക അല്ലെങ്കിൽ നടപ്പിലാക്കുക, അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ സഹായിക്കുക. ഇൻക്ലൂഡിങ് ആപ്റ്റ് കമ്മ്യൂണിറ്റി സർവീസസ്, അതായത് ചില കമ്മ്യൂണിറ്റിയിലെ ആളുകൾക്ക് പ്രത്യേകമായിട്ടുള്ള സേവനങ്ങളോ ബെനിഫിറ്റ്സോ ഒക്കെ കിട്ടാറുണ്ട് അല്ലെ, കിട്ടാറില്ലേ? അവരുടെ സർവീസുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ വല്ല ബെനിഫിറ്റ്സ് കിട്ടാറുണ്ട്, അതുപോലെ തന്നെ ചില റിഡക്ഷൻസ്, ഫീസ് ഇളവുകൾ കിട്ടാറുണ്ട് ഇല്ലേ? ചില പ്രത്യേക കമ്മ്യൂണിറ്റിയിലെ ചില പ്രത്യേക ഗ്രൂപ്പുകൾക്കൊക്കെ. അപ്പൊ അങ്ങനെയുള്ള സർവീസുകളോ കാര്യങ്ങളോ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിലുള്ള ഡിസ്ചാർജ് പ്ലാനുകൾ ഡെവലപ്പ് ചെയ്യാനും അതവിടെ നടപ്പിലാക്കാനും മറ്റുള്ളവരെ സഹായിക്കുകയാണ് അടുത്ത റെസ്പോൺസിബിലിറ്റി. ക്ലിയർ ആണോ? അത് ഓരോന്നും എക്സ്ട്രാ പിന്നെ ഒരുപാട് റിപ്പീറ്റ് ചെയ്യണല്ലോ, അതുകൊണ്ടാണ് ക്ലിയർ ആണോ എന്ന് ചോദിക്കുന്നത്. മനസ്സിലായോ ആ ഒരു പോയിന്റ്? ഓക്കെ. Then next point, assist with insurance issues required to get outpatient dialysis services through communication with the facilities verification process. അതായത് assist with insurance issues. ചില ആളുകൾക്ക് ഇൻഷുറൻസ് ഉള്ളവരുണ്ടാവും അല്ലെ,
അല്ലെ? നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ഇത് അറിയാൻ പറ്റും. ഇൻഷുറൻസ് ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവരുടെ കൃത്യമായിട്ട് ഒരു ഔട്ട് പേഷ്യന്റ് ഡയാലിസിസ് സർവീസുമായി ബന്ധപ്പെട്ട ഒരു സേവനം കിട്ടണം. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇൻഷുറൻസ് ഇഷ്യൂ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് അവരെ അസിസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ സഹായിക്കുക എന്നതാണ് ത്രൂ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ഫെസിലിറ്റീസ് വെരിഫിക്കേഷൻ പ്രോസസ്. അവരുടെ ഈ ഒരു ഫെസിലിറ്റി കിട്ടണമെങ്കിൽ, ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഒരു സൗകര്യം അവർക്ക് കിട്ടണമെങ്കിൽ ഒരുപാട് വെരിഫിക്കേഷൻ പ്രോസസ്സുകൾ ചെയ്തിട്ടാണ് അവർക്ക് ആ ഒരു ഇൻഷുറൻസിന്റെ തുകയും അതിന്റെ ബെനിഫിറ്റ്സും കിട്ടുന്നത്. ആ ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസ് നടത്തി കൃത്യമായിട്ട് ആ ഇഷ്യൂ സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു സഹായം അവിടുത്തെ പേഷ്യൻസിന് നൽകുക എന്നതാണ് അടുത്തൊരു റെസ്പോൺസിബിലിറ്റി. അസിസ്റ്റ് വിത്ത് ഇൻഷുറൻസ് ഇഷ്യൂസ് required to get outpatient dialysis services through communication with the facilities verification process. ഈ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ഫെസിലിറ്റീസിന് അവരുടെ എന്തൊക്കെ ഫെസിലിറ്റീസിന്റെ ആണോ വെരിഫിക്കേഷൻ പ്രോസസ് നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ശരിയായ ആശയവിനിമയത്തിലൂടെ ആ ഇൻഷുറൻസ് കിട്ടാത്തതുമായി ബന്ധപ്പെട്ട ഇഷ്യൂ എന്താണ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിന് ആ ഒരു പേഷ്യൻസിനെ സഹായിക്കുകയും ചെയ്യുക. ക്ലിയർ ആണോ? മനസ്സിലായോ? ഇത് okay. Then link be in contact with multidisciplinary healthcare team in a purposeful, goal-directed fashion works eagerly to maximize the effectiveness of resource utilization. ഇനി അടുത്തത് പറയുന്നത് link be in contact with multidisciplinary healthcare team. അതായത് ശരിക്കും നമ്മൾ ഒരു ഡയാലിസിസിന് വേണ്ടി വന്ന പേഷ്യന്റ്, ആ ഒരു പേഷ്യന്റിന് ഒറ്റൊരു ഡോക്ടർ മാത്രമായിരിക്കും കൈകാര്യം ചെയ്യുന്നത്? ആയിരിക്കോ? അല്ല അല്ലെ? ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു മൾട്ടി ഡിസിപ്ലിനറി സിസ്റ്റം ആണ് അല്ലെ? ഒന്നിലധികം ഡിപ്പാർട്ട്മെന്റുകളുള്ള വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അപ്പൊ വരുന്ന ഒരു പേഷ്യന്റിന് ചിലപ്പോ ഒരു പ്രൊഫഷണലിന്റെ സഹായം മാത്രം ആവശ്യമായി വരില്ല അല്ലെ? അതിൽ കൂടുതൽ ഇപ്പോ കിഡ്നി പ്രോബ്ലവുമായിട്ട് വന്നവരായിരിക്കാം, ചിലപ്പോൾ അവർക്ക് അതുമായി ബന്ധപ്പെട്ട ഹാർട്ടിന്റെ എന്തെങ്കിലും മറ്റെന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വേറെ എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അല്ലാതെയോ അവർക്ക് പ്രോബ്ലംസ് ഉണ്ടാവാം. അപ്പൊ നമ്മൾ എല്ലാ തരത്തിലുമുള്ള ഒറ്റൊരു പ്രൊഫഷണലിലുള്ള ഒരു ഡോക്ടറെയോ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വ്യക്തിയോ മാത്രമല്ല നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആ ഒരു പേഷ്യന്റിന് വേണ്ടിയിട്ട് ഏതൊക്കെ മൾട്ടിപ്പിൾ ഹെൽത്ത് പ്രൊഫഷനുള്ള ആളുകളെ നമുക്ക് കോപ്പറേറ്റ് ചെയ്യാൻ പറ്റും അവരെ എപ്പോൾ ഉൾപ്പെടുത്തിയാണ് നമുക്ക് അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. ശരിയല്ലേ? ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മള് ഒരൊറ്റ ഡോക്ടർ മാത്രമേ നിങ്ങളെ കാണിക്കുള്ളൂ എന്ന് പറയില്ല അവര് അല്ലെ? ഏതൊക്കെ ഡോക്ടേഴ്സിന്റെ സഹായം അവർക്ക് ആവശ്യമാണോ അവരെല്ലാവരെയും ഉൾപ്പെടുത്തിയല്ലേ നമ്മളിവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നേ? ആണോ? അല്ലേ? നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി, നമുക്ക് ചിലപ്പോ വേറെ ചെറിയ എന്തെങ്കിലും നിസ്സാര കാര്യത്തിന് പോയതായിരിക്കും, പക്ഷെ ടെസ്റ്റുകളിലൂടെ നോക്കുമ്പോൾ വേറെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഡോക്ടേഴ്സിനെ കൂടി നമ്മുടെ ആ ഒരു ട്രീറ്റ്മെന്റിൽ ഉൾപ്പെടുത്തും അല്ലെ? എന്നാൽ മാത്രമേ കാര്യക്ഷമമായിട്ടുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അത് തന്നെ ഇവിടെയും പറയുന്നത് ലിങ്ക് ബി ഇൻ കോണ്ടാക്ട് വിത്ത് മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീമിന്റെ പർപ്പസ്ഫുൾ ഗോൾ ഡയറക്റ്റഡ് ഫാഷൻ. ഇവിടുത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യബോധത്തിനോട് കൂടിയുള്ള ഒരു ഉദ്ദേശം അല്ലെങ്കിൽ അവരുടെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് ഉദ്ദേശം എന്ന് പറയുന്നത് ഗോൾ ഡയറക്റ്റഡ് ഫാഷനിലായിരിക്കും, ലക്ഷ്യബോധത്തോടു കൂടിയായിരിക്കും. അവിടുത്തെ പ്രധാന ലക്ഷ്യം എന്താ? ആ വന്നിരിക്കുന്ന പേഷ്യൻസിന് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റും കെയർ കൊടുക്കുക. അതാണ് ഇവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീം, മൾട്ടിപ്പിൾ പ്രൊഫഷൻസിലുള്ള ഹെൽത്ത് പ്രൊഫഷണൽസിനെ അല്ലെങ്കിൽ ടീമിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുമായിട്ട് നല്ലൊരു കോണ്ടാക്ട്, നല്ലൊരു ബന്ധം സൃഷ്ടിച്ചുകൊണ്ട് വർക്ക്സ് ഈഗർലി ടു മാക്സിമൈസ് ദ എഫക്റ്റീവ്നെസ് ഓഫ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ. അവിടെയുള്ള എല്ലാ വിഭവങ്ങളും മാക്സിമം അല്ലെങ്കിൽ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് വർക്ക്സ് ഈഗർലി വളരെ ആകാംക്ഷയോടുകൂടി പ്രവർത്തിക്കുകയും അതിലൂടെ നല്ലൊരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു ഗോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഗോൾ എന്താ ഉദ്ദേശിക്കുന്നത്? വന്നിരിക്കുന്ന പേഷ്യൻസിന് പൂർണ്ണമായിട്ടുള്ള രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റും പരിചരണവും കെയറും ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി ചിലപ്പോൾ ഒരൊറ്റ പ്രൊഫഷനുള്ള ആളെ കൊണ്ട് മാത്രം സാധിക്കണമെന്നില്ല, പൂർണ്ണമായിട്ടുള്ള ഒരു പരിചരണമാണ് കേട്ടോ. അങ്ങനെ കൊടുക്കണമെങ്കിൽ ഒന്നിലധികം ഡിപ്പാർട്ട്മെന്റുകൾ അല്ലെങ്കിൽ ഒന്നിലധികം ഹെൽത്ത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിലുള്ള ഹെൽത്ത് പ്രൊഫഷണൽസിന്റെ അല്ലെങ്കിൽ ടീമുകളുടെ സഹായം വേണ്ടി വരും. അപ്പൊ അവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കോണ്ടാക്ട് ഉണ്ടാക്കുകയും അതിലൂടെ ഇവരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ഒരു വന്നിരിക്കുന്ന പേഷ്യൻസിന് മാക്സിമം റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നല്ല മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റും കെയറും പൂർണ്ണമായിട്ട് നൽകുക എന്നതാണ് അടുത്തത്. അപ്പൊ ഇവരുമായിട്ട് നല്ലൊരു കോണ്ടാക്ട് അല്ലെങ്കിൽ നല്ലൊരു ബന്ധം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഒരു ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ക്ലിയർ ആയോ?
ആ ഒരു പോയിന്റ് മനസ്സിലായോ? Okay. Then next point helps in establishing transportation of the patient to or from dialysis facility. ചില ആളുകൾക്ക് ഡയാലിസിസ് സെന്ററിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഫെസിലിറ്റി കൊടുക്കുന്നിടത്തേക്ക് വരാനോ അല്ലെങ്കിൽ അവിടുത്തെ ഡയാലിസിസ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകാനോ ഒക്കെ ആ പേഷ്യൻസിന് എന്ത് ചെയ്യുക, ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. ഹെൽപ്പിംഗ് ഇൻ എസ്റ്റാബ്ലിഷിംഗ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ പേഷ്യന്റ് to or from dialysis facility. ഒരു ഡയാലിസിസ് ഫെസിലിറ്റിക്ക് വരുന്നതിനോ അല്ലെങ്കിൽ തിരിച്ച് ഡയാലിസിസ് കഴിയുമ്പോൾ തിരിച്ച് അവിടേക്ക് പോകും, അവർക്ക് അവരുടെ വീട്ടിലേക്ക് എവിടെയാണോ പോകണമെങ്കിലോ അതിനുള്ള ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട സഹായങ്ങൾ ആ പേഷ്യൻസിന് ചെയ്തു കൊടുക്കുക. Then next പറയുന്നത് മോണിറ്റർ റെക്കോർഡ്സ് ആൻഡ് അപ്ഡേറ്റ് ഇൻഫർമേഷൻ. അവരുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് അവരുടെ പരിശോധനകളുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും നിരീക്ഷിക്കുകയും കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുകയും ഇൻഫർമേഷൻസ് അപ് ടു ഡേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുകയും ചെയ്യുക. Then prepare files, retrieves and keep records and documents from department file system എന്നാണ് കേട്ടോ. നിങ്ങളുടെ എങ്ങനെ കിടക്കുന്നത്? FILE ആണ്, ഫയൽ സിസ്റ്റം ആണ്. കറക്റ്റ് ആണോ? അല്ലെങ്കിൽ ഒന്ന് തിരുത്തിയേക്കണേ കേട്ടോ. ഫയൽ സിസ്റ്റം എന്നാണ് കേട്ടോ. ഓക്കെ, ശരി. അപ്പൊ എന്ത് ചെയ്യുന്നു? പ്രിപ്പയർ ഫയൽസ്. ഇവരുടെ വരുന്ന ഡയാലിസിസ് ചെയ്യാൻ വരുന്ന ഓരോ പേഷ്യൻസുമായി ബന്ധപ്പെട്ട ഫയലുകൾ തയ്യാറാക്കുക. അതുപോലെ തന്നെ റിട്രീവ്, അത് ആവശ്യമാണെങ്കിൽ അത് വീണ്ടെടുക്കുക. അതുപോലെ എല്ലാ റെക്കോർഡുകളും ഡോക്യുമെന്റ്സും കൃത്യമായിട്ട് ഡിപ്പാർട്ട്മെന്റ് ഫയൽ സംവിധാനങ്ങളിൽ കൃത്യമായിട്ട് കീപ്പ് ചെയ്യുകയും നിലനിർത്തുകയും ചെയ്യും. ഇന്നത്തെ കാര്യങ്ങളാണ് പറഞ്ഞത്. ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. അതുപോലെ തന്നെ കൃത്യമായിട്ട് അവർക്ക് വരുന്ന ഓരോ ഇൻഫർമേഷൻ, അവർക്ക് ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നുണ്ട്, നമ്മള് പരിശോധനകൾ നടത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് നിരീക്ഷണങ്ങൾ നടത്തുകയും അതുമായി ബന്ധപ്പെട്ട് റെക്കോർഡുകൾ തയ്യാറാക്കുകയും എല്ലാ ഇൻഫർമേഷൻസും അപ് ടു ഡേറ്റ് ആയിട്ട് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് അല്ലെങ്കിൽ രേഖപ്പെടുത്തി വെക്കുകയും ചെയ്യുക. അടുത്തത് പറഞ്ഞത് ഫയലുകൾ തയ്യാറാക്കുക. ആവശ്യമാണെങ്കിൽ ഫയലുകൾ വീണ്ടെടുക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള റിട്രീവൽസ് സംവിധാനങ്ങൾ വെക്കുക. അതുപോലെ തന്നെ എല്ലാ റെക്കോർഡുകളും ഡോക്യുമെന്റ്സും ആ ഡിപ്പാർട്ട്മെന്റ് ഫയൽ സംവിധാനങ്ങളിൽ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുകയും ചെയ്യുക. Then last point പറയുന്നത് attends daily rounds or meetings to discuss schedule, patient requirements and continue improvement efforts or reminders. ഈ ഒരു ഡയാലിസിസ് കോർഡിനേറ്റർ കൃത്യമായിട്ട് ദിവസേന റൗണ്ട്സ് അല്ലെങ്കിൽ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുക. അങ്ങനെ റൗണ്ട്സ് അല്ലെങ്കിൽ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ ഓരോ പേഷ്യൻസുമായി ബന്ധപ്പെട്ട അവരുടെ ട്രീറ്റ്മെന്റ് ഷെഡ്യൂളിൽ ഇതിരിക്കുന്നത് എങ്ങനെയാണ്, പേഷ്യൻസിന്റെ ആവശ്യകതകൾ, റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്, ആൻഡ് കണ്ടിന്യൂ ഇംപ്രൂവ്മെന്റ് എഫേർട്ട് ഓർ റിമൈൻഡേഴ്സ്. എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് മെച്ചപ്പെടുത്താൻ വേണ്ടി എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഓർമ്മപ്പെടുത്തലുകൾ നടത്തേണ്ടതായിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിനുവേണ്ടി ഡെയിലി റൗണ്ട്സ് അല്ലെങ്കിൽ മീറ്റിംഗുകൾ അറ്റൻഡ് ചെയ്യുക. അതിലൂടെ പേഷ്യൻസിന്റെ ഷെഡ്യൂളുകൾ ഡിസ്കസ് ചെയ്യുക, പേഷ്യൻസിന്റെ ആവശ്യകതകൾ മനസ്സിലാക്കുക. അതുപോലെ ഇംപ്രൂവ്മെന്റ്സിന് ആവശ്യമായിട്ടുള്ള എഫേർട്ടുകൾ, എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഓർമ്മപ്പെടുത്തി ചെയ്യാനായിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് അവിടുത്തെ സ്റ്റാഫുകൾക്ക് പറഞ്ഞു കൊടുക്കാനും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് എ ഡയാലിസിസ് കോർഡിനേറ്റർ. ഫസ്റ്റ് പോയിന്റോ? ഫസ്റ്റ് പോയിന്റിൽ എന്താ പറയുന്നത്? ആ ഒരു പേഷ്യൻസ് വരുന്ന ഡയാലിസിസ് ചെയ്യാൻ വരുന്ന ഓരോ പേഷ്യൻസിന്റെയും അവരുടെ സുരക്ഷ, ഇത് വരുന്ന പേഷ്യന്റിന്റെ സുരക്ഷ, അവരുടെ കംഫർട്ട്, അവരുടെ വെൽബീയിങ് അല്ലെങ്കിൽ അവരുടെ ക്ഷേമം മുതലായ കാര്യങ്ങളൊക്കെ പരിഗണിക്കുക അല്ലെങ്കിൽ കണക്കിലെടുത്തുകൊണ്ട് ആ ഡയാലിസിസ് ചെയ്യുന്ന അവിടെ ഒരു ക്ലിനിക്കൽ ടീം ഉണ്ടാവുമല്ലോ, ആ ഡയാലിസിസ് ടീം, അവര് നല്ല ഉയർന്ന നിലവാരത്തിലുള്ള ഒരു പരിചരണം വരുന്ന ഓരോ പേഷ്യൻസിനും ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ നൽകുന്നുണ്ടോ എന്ന് ഒരു ഡയാലിസിസ് കോർഡിനേറ്റർ എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തണം. ക്ലിയർ ആയോ ഫസ്റ്റ് പോയിന്റ്?
വായിച്ച് കഴിയുമെന്ന് റിപ്ലൈ ചെയ്യണേ. സെക്കൻഡ് പോയിന്റോ, സെക്കൻഡ് ആൻഡ് തേർഡ് പോയിന്റോ? സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് ഇപ്പൊ എന്താണ്, ഇപ്പൊ നേഴ്സസ്, ഇപ്പൊ ഒരു ഡയാലിസിസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, അതിനുള്ളിൽ നഴ്സസ് ഉണ്ടാവും, ക്ലിനിഷ്യൻസ് ഡോക്ടേഴ്സ് ഉണ്ടാവും, പേഷ്യൻസിന് പരിചരണം കൊടുക്കുന്ന ആളുകളുണ്ടാവും, അവരുടെ മാനേജ്മെന്റ് ഉണ്ടാവും. അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല, അല്ലാതെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട സഹകരിക്കുന്ന മറ്റു ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, അല്ലെങ്കിൽ മറ്റു കെയർ പ്രൊവൈഡേഴ്സ് ഉണ്ട്. അവരുടെയും ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ആരെ പരിശോധിച്ച് കണ്ടെത്തണം? എക്സാമിൻസ്. ആരാണ് അത് പരിശോധിച്ച് കണ്ടെത്തേണ്ടത്? ഒരു ഡയാലിസിസ് കോർഡിനേറ്റർ അത് കണ്ടെത്തുകയും അത് ആ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യുകയും പരിഹരിക്കുകയും ചെയ്യുക. അതാണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്. തേർഡ് വൺ പറയുന്നത്, ഇപ്പൊ ഒരു പേഷ്യൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡിഫറെന്റ് ലെവലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളായിക്കോട്ടെ, അവർക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ടാവും. പേഷ്യൻസിന് ഒരുപാട് ആവശ്യങ്ങൾ, അതായത് ഇംപ്രൂവ്മെന്റ് നടത്താൻ വേണ്ടി, ഇപ്പൊ ഇന്ന ഏരിയയിൽ കുറച്ചും കൂടി മെച്ചപ്പെടുത്തൽ നടത്തണമെങ്കിൽ ഇന്ന കാര്യം ചെയ്താൽ പറ്റും എന്ന രീതിയിൽ അവരിൽ നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക. അപ്പൊ അവർ തന്നിരിക്കുന്ന റിക്വസ്റ്റ്, അല്ലെങ്കിൽ അവർ കൊടുത്തിരിക്കുന്ന ആ ഒരു അഭ്യർത്ഥന പ്രകാരം അത് കൃത്യമായിട്ട് ആ റിക്വസ്റ്റുകളൊക്കെ പരിശോധിക്കുക, അത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. നല്ല മാറ്റങ്ങൾ ഉണ്ടാവുന്ന റിക്വസ്റ്റ് ആണ്, അല്ലെങ്കിൽ നല്ല മെച്ചപ്പെടുത്തൽ ഉണ്ടാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നല്ലൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റിക്വസ്റ്റ് ആണ് അത് തന്നിരിക്കുന്നത് എങ്കിൽ എന്ത് ചെയ്യുക? അത് അവരെ നടപ്പിലാക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക. അല്ല ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ റിക്വസ്റ്റ് അത്ര വലിയ ഇതിലുള്ളതല്ലെങ്കിൽ അത് തള്ളിക്കളയുക. അതിനല്ലെങ്കിൽ നല്ല റിക്വസ്റ്റ് ആണ് എങ്കിൽ അതിനനുസരിച്ചുള്ള റെസ്പോൺസ് അല്ലെങ്കിൽ പ്രതികരണങ്ങൾ അവിടെ ഇതിലൂടെ നടപ്പിലാക്കുക. ആ ഒരു പ്രവൃത്തി, അല്ലെങ്കിൽ ആ ഒരു റിക്വസ്റ്റ് പ്രാവർത്തികമാക്കിക്കൊണ്ട്, ആ ഒരു റിക്വസ്റ്റ് പ്രാവർത്തികമാക്കിക്കൊണ്ട് അത് കൃത്യമായിട്ട് നടപ്പിലാക്കാൻ ശ്രമിക്കുക, അതിനകത്തോട് പ്രതികരിക്കുക എന്നുള്ളതാണ് തേർഡ് പോയിന്റിൽ പറയുന്നത്. ക്ലിയർ ആണോ? 2 and 3 പത്മശ്രീ കംപ്ലീറ്റ് ആയോ? വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതൊക്കെ ഇൻക്ലൂഡഡ് ആയത് ഏത്, ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏത് എന്ന രീതിയിലാണ് വരുള്ളൂ കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മിസ് പറഞ്ഞു തന്നതൊക്കെ നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അതുപോലെ തന്നെ പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് മിസ് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ 13 ആണ്. മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് കേട്ടോ. ഓക്കെ, അതില ഫസ്റ്റ് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ, എന്താണ് ഒരു സ്പില്ലേജ്, അല്ലെങ്കിൽ എന്താണ് ഒരു സ്പില്ലേജ് വേസ്റ്റ്, അതിൽ ഏതൊക്കെ ഉൾപ്പെടാം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. പ്രധാനമായിട്ടും നമ്മൾ ഇവിടെ സ്പില്ലേജ് വേസ്റ്റുമായി ബന്ധപ്പെട്ട്, നമ്മുടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട സ്പില്ലേജ് വേസ്റ്റുകൾ എന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇൻട്രൊഡക്ഷൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും എന്താണ്, അല്ലെങ്കിൽ എന്താണ് സ്പില്ലേജ് വേസ്റ്റ്, അതിന്റെ മാനേജ്മെന്റ് എങ്ങനെയാണ്, അതിന്റെ ഏതൊക്കെ പ്രോസസ് അല്ലെങ്കിൽ സ്റ്റെപ്പുകളിലൂടെ നമ്മൾ കടന്നു പോകണം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കുന്നത്. അപ്പൊ അതിൽ ആദ്യം നമുക്ക് ആ ഇൻട്രൊഡക്ഷൻ ഭാഗം നോക്കാം. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു ജനറൽ ഐഡിയ കിട്ടും. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ അതിലെ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാല് an item or material that has spilled or leaked from its designated container or place is referred to as spillage waste. So, underline ചെയ്തിട്ട് first sentence any item or material that has spilled or leaked from its designated container or place is referred to as spillage waste. എന്താണ് spillage waste എന്ന് പറഞ്ഞാൽ? എന്താണ്? ഡെസിഗ്നേറ്റഡ് കണ്ടെയ്നർ, അതായത് ഏതൊരു ഐറ്റമോ എന്തെങ്കിലും ഒരു ഐറ്റം ആവാം, അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ ആവാം, അത് അതിന്റെ നിക്ഷേപമായിട്ട് അല്ലെങ്കിൽ നിയുക്തമായിട്ടുള്ള അതിന്റെ കണ്ടെയ്നറിൽ നിന്നോ അല്ലെങ്കിൽ അത് വെച്ചിരിക്കുന്ന പ്ലേസിൽ നിന്നോ
സ്പിൽഡ് ആവുന്നു അല്ലെ. ഒന്നല്ലെങ്കിൽ അത് ഒഴുകുകയോ അല്ലെങ്കിൽ ലീക്ക്ഡ്, അത് ഒന്നില്ലെങ്കിൽ ഒഴുകുകയോ അല്ലെങ്കിൽ ചോർന്നതോ ആയിട്ടുള്ള ഏതൊരു മെറ്റീരിയലിനെയോ അല്ലെങ്കിൽ ഒരു ഐറ്റത്തെയോ ആണ് സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത്രയും മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അത് പലതുണ്ട്, പല ടൈപ്പ് അല്ലെങ്കിൽ പല ഇതിൽ ഒരുപാട് ഉൾപ്പെടുന്നത്. ഇപ്പൊ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ സ്പില്ലേജ് വേസ്റ്റ് പ്രധാനമായിട്ട് പറയാം, ഒരുപാടുണ്ട് അല്ലെ. എന്തൊക്കെ പറയാം പ്രധാനമായിട്ട് ഒരു സ്പില്ലേജ് വേസ്റ്റ്? സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുമ്പോൾ ബോഡി ഫ്ലൂയിഡ്സ് അല്ലെ, ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ്, ഇതൊക്കെ നമുക്ക് ഹാർംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ? ആണോ? ഒക്കെ ടൈപ്പിൽ വരുന്നതാണ് കേട്ടോ. ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ് പറയാം അല്ലേ, അതുപോലെ തന്നെ കെമിക്കൽസ് പറയാം, പറ്റുമോ? അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ അതിന് നിയുക്തമായിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ അല്ലെങ്കിൽ ഒരു പ്ലേസിൽ അത് സ്ഥാപിച്ചിട്ടുണ്ടാവും. പക്ഷേ ആ പ്ലേസിൽ നിന്ന് അല്ലെങ്കിൽ ആ കണ്ടെയ്നറിൽ നിന്ന് ഈ പറയുന്ന ഐറ്റം അല്ലെങ്കിൽ മെറ്റീരിയൽ എന്ത് ചെയ്യുന്നു? സ്പിൽഡ് ഓർ ലീക്ക്ഡ്, അത് ഒഴുകുകയോ അല്ലെങ്കിൽ അത് അവിടെ ലീക്ക് ആവുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? അവിടെ ചോർന്നു പോവുകയോ ചെയ്യുന്ന വേസ്റ്റസിനെയാണ് നമ്മൾ സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ? ചോദിക്കാറുണ്ട് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണേ. Then second പോയിന്റില് ഹോസ്പിറ്റൽ, ലബോറട്ടറീസ്, industrial facilities and homes are just a few places where this kind of garbage can be found. ഇങ്ങനെയുള്ള ഗാർബേജ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മാലിന്യങ്ങള് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്പില്ലേജ് വേസ്റ്റുകള് കൂടുതലായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്ന കുറച്ച് ഇടങ്ങളാണ് ഹോസ്പിറ്റലുകളിൽ നമുക്ക് ഇങ്ങനെയുള്ള സ്പില്ലേജ് വേസ്റ്റുകൾ കാണാൻ പറ്റും. ലബോറട്ടറികളിൽ അല്ലെ, ലാബുകളിൽ, അതുപോലെ ഇൻഡസ്ട്രിയൽ ഫെസിലിറ്റികളിൽ, ഇൻഡസ്ട്രി നൽകുന്ന സൗകര്യങ്ങളുള്ള ഇൻഡസ്ട്രിയൽ ഫെസിലിറ്റികളില്, അതുപോലെ ഹോംസ് അല്ലെ, വീടുകളിൽ, നമ്മുടെ വീടുകളിലൊക്കെ വേസ്റ്റ് ഉണ്ടാവാറില്ലേ? ഇങ്ങനെയാണ് ഇങ്ങനത്തെ സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഉണ്ടാവുക? ഒരു കിച്ചണുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഉണ്ടാവാറുണ്ടോ? ഒന്നും ഉണ്ടാവാറില്ലേ? ഒന്നും ചോർന്നു പോവുകയോ അല്ലെങ്കിൽ ഒഴുകി പോവുകയോ ഒന്നും ചെയ്യാറില്ലേ? ഉണ്ടാവാറില്ലേ? ഒരു കണ്ടെയ്നർ, ഇപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ അല്ലെ, വീട്ടിലെ വെളിച്ചെണ്ണ എന്താണ്? ചിലപ്പോ ആ ഒരു ബോട്ടില് കണ്ടെയ്നറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലോ അല്ലെങ്കിൽ അത് വെച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ചിലപ്പോ ഒന്ന് മറഞ്ഞു വീണാലോ അവിടെ ഒരു സ്പില്ലേജ് വേസ്റ്റ് അല്ലെങ്കിൽ ഒരു ലീക്കേജ് ഉണ്ടാവുന്നില്ലേ? അതുപോലെ ഇപ്പൊ വീടുകളിലായിക്കോട്ടെ, ഒരു ഹോസ്പിറ്റലിലായിക്കോട്ടെ, ഒരു ലബോറട്ടറിയുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, ഇവിടെയൊക്കെ ഇതുപോലെ സ്പില്ലേജ് വേസ്റ്റുകൾ ഉണ്ടാവാറുണ്ട്. ആ സ്പില്ലേജ് വേസ്റ്റ് എന്നാണ് കേട്ടോ അവിടെ. കറക്റ്റ് ആണോ നിങ്ങളുടെ ഇതിൽ കിടക്കുന്നത്? സ്പില്ലേജ് വേസ്റ്റ് എന്നാണോ കിടക്കുന്നത്? ശരി. സ്പില്ലേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ മേ കൺസിസ്റ്റ് ഓഫ്, ഹോസ്പിറ്റലിൽ സ്പില്ലേജ് വേസ്റ്റുകളാണ് കേട്ടോ പറയുന്നത്. അത് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. സ്പില്ലേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ കൺസിസ്റ്റ് ഓഫ് ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ്, chemicals or other potentially dangerous substances. നമുക്കറിയാം ഇപ്പൊ ബ്ലഡ് ഒക്കെ എടുക്കുന്ന സമയത്ത് അത് ചിലപ്പോ എന്തെങ്കിലും ഇപ്പൊ ട്രാൻസ്പോർട്ടേഷന്റെ സമയത്തോ അല്ലെങ്കിൽ ഇപ്പൊ ലബോറട്ടറികളിൽ അത് ടെസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ അതിൽ നിന്ന് എന്തെങ്കിലും വേസ്റ്റ് ആയിട്ട് പോവാം അല്ലെ, ലീക്ക് ആയിട്ട് പോവാലോ, പോവില്ലേ? പോവോ? എന്താണ് റിഫീലാകെ പോവില്ലേ? അതുപോലെ തന്നെ ബ്ലഡ് ആയിക്കോട്ടെ, ബോഡി ഫ്ലൂയിഡ്സ്, ഇതൊക്കെ നമ്മൾ ലബോറട്ടറികളിലൊക്കെ ടെസ്റ്റുകൾക്ക് വേണ്ടി യൂസ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയാകുന്നു. അതുപോലെ തന്നെ ഇപ്പൊ ലബോറട്ടറികളിൽ നമ്മൾ പലതരത്തിലുള്ള റിയേജൻസ്, കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. അങ്ങനെ ചെയ്യുമ്പോഴും അതും അല്ലെങ്കിൽ ഇപ്പോ ഹോസ്പിറ്റലിൽ തന്നെ പല മെഷീനറീസ് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പൊട്ടൻഷ്യലി ഡേഞ്ചറസ് സബ്സ്റ്റൻസുകൾ, ഹസാഡസ് ആയിട്ടുള്ള കെമിക്കൽസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പൊ മെർക്കുറി, ലെഡ് ഇത് യൂസ് ചെയ്യാറില്ലേ? ഇപ്പൊ നമ്മുടെ തെർമോമീറ്റർ, അതുപോലെ തന്നെ സ്പിഗ്മോമാനോമീറ്ററിലൊക്കെ നമ്മൾ മെർക്കുറി യൂസ് ചെയ്യാറില്ലേ? അപ്പൊ അതൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? അതിൽ നിന്നും ഇതുപോലെയുള്ള എന്താണ് മെർക്കുറി അങ്ങനെയുള്ള കെമിക്കൽസ് കാര്യങ്ങളൊക്കെ ലീക്ക് ആവാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പലതരത്തിലുള്ള വളരെ അപകടമായിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ, അതുപോലെ തന്നെ കെമിക്കൽസ്, ബോഡി ഫ്ലൂയിഡ്സ്, ബ്ലഡ് മുതലായവയൊക്കെയാണ് പ്രധാനമായിട്ടും ഒരു ഹോസ്പിറ്റലിലെ സ്പില്ലേജ് വേസ്റ്റുകളിൽ ഉൾപ്പെടുന്നവ. അണ്ടർലൈൻ ചെയ്ത് വെച്ചോ? അപ്പൊ 3 പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഒരു സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറഞ്ഞാല് ഒരു നിയുക്തമായിട്ടുള്ള ഒരു കണ്ടെയ്നറിലോ അല്ലെങ്കിൽ പ്ലേസിലോ സ്ഥാപിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ഐറ്റം ആവാം അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ ആവാം. അത് സ്പിൽഡ് ഓർ ലീക്ക്ഡ് അല്ലെ, അതൊന്നില്ലെങ്കിൽ ഒഴുകുന്നോ അല്ലെങ്കിൽ ചോർന്നു പോകുന്നതോ ആവുന്ന അവസ്ഥയാണ് സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഹോസ്പിറ്റല്, ലബോറട്ടറികള്, ഇൻഡസ്ട്രിയൽ ഫെസിലിറ്റീസ്, ഹോംസ് മുതലായവയാണ്
മറ്റ് സ്പില്ലേജ് വേസ്റ്റുകൾ കൂടുതൽ കാണുന്ന ചില പ്രധാനപ്പെട്ട ഇടങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഹോസ്പിറ്റലിലെ സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ്, കെമിക്കൽസ്, അല്ലെങ്കിൽ പൊട്ടൻഷ്യലി ഡേഞ്ചറസ് സബ്സ്റ്റൻസസ്, അപകടകരമായിട്ടുള്ള മറ്റ് സബ്സ്റ്റൻസുകളും അതിൽ ഉൾപ്പെടുന്നവയാണ്. ഇത്രയും ക്ലിയർ ആണോ? Okay. Then genuine management of leakage waste is important to protect the health and protection of people and the environment. ഇനി ശരിയായിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു മാനേജ്മെന്റ് ഈ ലീക്കേജ് വേസ്റ്റിന് ഇല്ല എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരു സ്പില്ലേജ് വേസ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലീക്കേജ് എന്താണ്, ലീക്കേജുമായി ബന്ധപ്പെട്ട ഒരു വേസ്റ്റ് ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായി എന്ന് വിചാരിക്കുക. അതിന് വളരെ ജെനുവിൻ ആയിട്ടുള്ള വളരെ ശരിയായിട്ടുള്ള രീതിയിലുള്ള ഒരു മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് to protect the health and protection of people and environment. അപ്പൊ അത് വർക്ക് ചെയ്യുന്ന അവിടെയുള്ള വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ക്ലീനിങ്ങും കാര്യങ്ങളും ചെയ്യുന്ന ആളുകളുടെ ആയിക്കോട്ടെ, അവിടുത്തെ പേഷ്യൻസിന്റെ ആയിക്കോട്ടെ, അവരുടെ ആരോഗ്യവും അതുപോലെ തന്നെ അവരുടെ ഹെൽത്ത് ആൻഡ് പ്രൊട്ടക്ഷൻ അല്ലെ, അവരുടെ ആരോഗ്യവും സംരക്ഷിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ എൻവയോൺമെന്റിനെയും പ്രൊട്ടക്ട് ചെയ്യും അല്ലെ. അതിനുവേണ്ടി നല്ല ശരിയായ രീതിയിലുള്ള ഈ സ്പില്ലേജ് വേസ്റ്റുകളുടെ മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. In hospital, leakage waste can cause the risk of infection to healthcare workers and patients, as well as the prospect for the spread of diseases. ഇങ്ങനെയുള്ള ലീക്കേജ് വേസ്റ്റുകളൊക്കെ ഹോസ്പിറ്റലിൽ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഹെൽത്ത് കെയർ വർക്കേഴ്സിനിടയിൽ റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ, അണുബാധകൾ ഉണ്ടാകാനായിട്ട് അപകട സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ വർക്കേഴ്സിനായിക്കോട്ടെ പേഷ്യൻസിനായിക്കോട്ടെ ഒരു ബോഡി ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സോ ഒക്കെ ലീക്കായി ലബോറട്ടറി വെച്ചോ അല്ലെങ്കിൽ അല്ലാത്ത ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട വഴി മതിയോ ഒക്കെ ഇത് ലീക്കായി പോയി കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയില്ലേ? അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു പേഷ്യൻസിനായിക്കോട്ടെ അതിലൂടെ ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ഡിസീസസ് വരാൻ സാധ്യതയില്ലേ? ഉണ്ടോ? ഉണ്ടോ? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാത്ത? ഉണ്ട് അല്ലേ? അപ്പൊ അതുപോലെ തന്നെ എൻവയോൺമെന്റ്, ഇപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ കെമിക്കൽ ആയിട്ടുള്ള രീതിയിലുള്ള എൻവയോൺമെന്റൽ പൊല്യൂഷൻസുമായി ബന്ധപ്പെട്ട കെമിക്കൽസോ കാര്യങ്ങളൊക്കെയാണ് അവിടെ ലീക്ക് ആവുന്നെങ്കിൽ അത് നമ്മുടെ എൻവയോൺമെന്റിനെ, പരിസ്ഥിതിയെ ബാധിക്കുന്നില്ലേ? ഉണ്ടോ? ഇപ്പൊ ഓയിൽ സ്പില്ല്, ഇപ്പൊ ഓയിലാണ് ലീക്ക് ആയിരിക്കുന്നത് വിചാരിക്കും, അത് നമ്മുടെ സോയിലിനെ ബാധിക്കും അല്ലേ? എയറിനെ ബാധിക്കും, വാട്ടറിനെ ബാധിക്കും. ബാധിക്കോ? പ്ലാസ്റ്റിക് പൊല്യൂഷൻസ്, അതുപോലെ തന്നെ കെമിക്കൽസുമായി ബന്ധപ്പെട്ട് ലീക്കേജ്, ഇതെല്ലാം നമ്മുടെ എൻവയോൺമെന്റിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ അങ്ങനെ എൻവയോൺമെന്റിനെയും അതുപോലെ തന്നെ അവിടുത്തെ പേഷ്യൻസ് ആയിക്കോട്ടെ മറ്റു ആളുകളായിക്കോട്ടെ അവരുടെ ഹെൽത്തിനെയും ഒക്കെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ besides dangerous leakage waste can threaten the environment if not managed in a proper manner. ഈ പറയുന്ന ഏതൊരു വേസ്റ്റ് ആണെങ്കിലും ശരിയായ രീതിയിൽ അത് മാനേജ് ചെയ്തില്ല എങ്കിൽ അതിനനുസരിച്ച് എൻവയോൺമെന്റിനെ വരെയും ഭീഷണി ഉണർത്തുന്ന രീതിയിലുള്ള ഡേഞ്ചർ അല്ലെങ്കിൽ അപകടങ്ങൾ അല്ലെങ്കിൽ അപകട സാധ്യത ഉണ്ടാവാൻ കാരണമാവും. To successfully manage leakage waste in hospital, it is necessary to have a leakage response plan in place. അപ്പൊ നല്ല രീതിയിൽ വിജയകരമായിട്ട് ഈ ഒരു ലീക്കേജ് റെസ്പോൺസ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ് ചെയ്യണമെങ്കിൽ അതിനു വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ. പിന്നീട് ഒരു ലീക്കേജ് സ്ഥലത്ത് ഉണ്ടായാൽ അതിനെ ഉടനടി നമുക്ക് എങ്ങനെ അതിനെ പ്രതികരണം നടത്താം അല്ലെങ്കിൽ അതിനെതിരെ നമുക്ക് എന്ത് കാര്യങ്ങൾ ചെയ്യാം, അതിനു വേണ്ടിയിട്ട് ഒരു ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ ഓരോ ഹോസ്പിറ്റലിലും ഉണ്ടായിരിക്കണം. ആൻഡ് പ്രൊവൈഡ് അപ്രോപ്രിയേറ്റ്നെസ് എക്യുപ്മെന്റ് ഫോർ ലീക്കേജ് പ്ലാൻ. ഒരു ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ ഉണ്ടാക്കി വെച്ചാൽ മാത്രം പോരാ, അതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഓരോ സ്പില്ലേജുകളും വ്യത്യസ്തമാണ്. ചിലത് ബോഡി ഫ്ലൂയിഡ്സ് ആയിരിക്കും, ചിലപ്പോൾ ബ്ലഡ് ആയിരിക്കും, അപ്പൊ അതുപോലെ തന്നെ ചിലപ്പോൾ കെമിക്കൽസ് ആയിരിക്കും, ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ മറ്റെന്തെങ്കിലും സ്പില്ലേജ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ഓരോന്നിനും പ്രത്യേകമായിട്ടുള്ള എക്യുപ്മെന്റുകൾ ഇതൊക്കെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ അതുപോലെ തന്നെ ലീക്കേജ് ട്രെയിൻ സ്റ്റാഫ് ഓൺ ലീക്കേജ് റെസ്പോൺസ് പ്രൊസീജിയേഴ്സ്. ഈ ഒരു ലീക്കേജ് റെസ്പോൺസ് അപ്പൊ നമുക്കറിയാം എന്തൊരു ലീക്കേജ് വരുമ്പോഴും അത് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് അപകടങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല അല്ലെ. ഇപ്പൊ ഒരു കെമിക്കൽസിന്റെ ഓയിൽ ആയതുകൊണ്ട് ഒരു കെമിക്കൽസിന്റെ ലീക്കേജ് ഉണ്ടായി, ഒരു ബോഡി ഫ്ലൂയിഡ്സ് ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സോ വഴിയുള്ള ലീക്കേജ് ഉണ്ടായി, അത് കൈകാര്യം ചെയ്യുന്ന വർക്കേഴ്സിന് അപകടങ്ങൾ ഉണ്ടാവാത്ത രീതിയിലായിരിക്കണ്ടേ ആ ഒരു പ്രൊസീജിയർ നടത്തേണ്ടത് അല്ലേ?
എന്താണ് ഒരു റെസ്പോൺസ് ഇല്ലാതിരിക്കുന്നത് ആണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവിടുത്തെ ട്രെയിനിങ് സ്റ്റാഫുകൾക്ക് പരിശീലനം കൊടുക്കണം. ഏത് ഉപകരണങ്ങൾ ഉപയോഗിക്കണം, ഓരോ തരത്തിലുള്ള സ്പില്ലേജിനും ഓരോ ഉപകരണങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള എക്യുപ്മെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ഒരു ലീക്കേജ് റെസ്പോൺസുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ് എങ്ങനെ നമ്മൾ ചെയ്യണം, സുരക്ഷിതമായിട്ട് എങ്ങനെ അവർക്ക് സ്റ്റാഫുകൾക്ക് ചെയ്യാൻ പറ്റും, അതിനവിടുത്തെ ഓരോ സ്റ്റാഫുകൾക്കും ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തുന്ന ഓരോ സ്റ്റാഫുകൾക്കും പരിശീലനങ്ങൾ നൽകണം. യൂസ് ആപ്റ്റ് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ്, അതുപോലെ തന്നെ അനുയോജ്യമായിട്ടുള്ള കണ്ടെയ്നറുകളോ മെറ്റീരിയലോ ഏതാണ്, ഓരോ സ്പില്ലേജ് വേസ്റ്റിനനുസരിച്ച് ഏതാണ് അനുയോജ്യമായിട്ടുള്ള കണ്ടെയ്നേഴ്സ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഉപയോഗിക്കേണ്ടത്. ആൻഡ് പ്രോപ്പർലി ഡിസ്കാർഡ് ദ വേസ്റ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് ലോക്കൽ റെഗുലേഷൻ, ലോക്കൽ ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾക്ക് അനുസൃതമായി ഹോസ്പിറ്റൽ പോളിസികൾക്ക് അനുസൃതമായി എങ്ങനെ ശരിയായ രീതിയിൽ നമുക്ക് ഈ സ്പില്ലേജ് വേസ്റ്റ് ഡിസ്കാർഡ് ചെയ്യാം അല്ലെങ്കിൽ നിർമ്മാർജ്ജനം ചെയ്യാം. ഇതിനു വേണ്ടിയൊക്കെ കൃത്യമായിട്ടുള്ള ഒരു സ്പില്ലേജുമായി ബന്ധപ്പെട്ട ഒരു ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ തയ്യാറാക്കുക. അതിൽ ലീക്കേജ് റെസ്പോൺസുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ഉപകരണങ്ങൾ ഉപയോഗിക്കാം, എങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയേഴ്സ് സുരക്ഷിതമായിട്ട് ചെയ്യേണ്ടത്, അതിനു വേണ്ടിയിട്ട് എങ്ങനെ നമുക്ക് കൃത്യമായിട്ട് ഡിസ്കാർഡ് ചെയ്യാം, എന്ത് തരത്തിലുള്ള മെറ്റീരിയൽസ് കണ്ടെയ്നേഴ്സ് ആണ് അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും കൃത്യമായ ഒരു പരിശീലനം കൂടി അവിടുത്തെ വർക്കേഴ്സിന് സ്റ്റാഫുകൾക്ക് നൽകുകയും ചെയ്യണം. ഇപ്പൊ രണ്ടാമത്തെ പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞത് ജെനുവിൻ മാനേജ്മെന്റ് ഓഫ് ലീക്കേജ് വേസ്റ്റ്. ഇങ്ങനെ ഒരു ലീക്കേജ് വേസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവിടുത്തെ ആളുകളുടെ ആരോഗ്യത്തെയും അതുപോലെ തന്നെ എൻവയോൺമെന്റിനെ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നല്ല രീതിയിൽ ശരിയായിട്ടുള്ള ഒരു മാനേജ്മെന്റ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുക എന്നുള്ളത്. ഹോസ്പിറ്റലിൽ ഇങ്ങനെയുള്ള ലീക്കേജ് വേസ്റ്റ് എന്തിന് കാരണമാകുന്നുണ്ട്? പലതരത്തിലുള്ള അവിടുത്തെ വർക്കേഴ്സിനായിക്കോട്ടെ, പേഷ്യൻസിനായിക്കോട്ടെ, അവരുടെ ഹെൽത്ത് കെയർ വർക്കേഴ്സിനായിക്കോട്ടെ, റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ അല്ലെ, അപകട സാധ്യത, എന്താണ് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ അണുബാധ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ സ്പ്രെഡ് ഓഫ് ഡിസീസ് ആണ്, രോഗങ്ങളും പകരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. സോ എപ്പോഴും ഇങ്ങനെയുള്ള ഡേഞ്ചറസ് ലീക്കേജ് വേസ്റ്റ് അവരുടെ എൻവയോൺമെന്റിനെ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നത് പോലെ തന്നെ അത് ശരിയായ രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ടു സക്സസ്ഫുള്ളി മാനേജ് ലീക്കേജ് വേസ്റ്റ്, സുരക്ഷിതമായിട്ട് വിജയകരമായിട്ട് ഈ ലീക്കേജ് വേസ്റ്റ് നമുക്ക് വിജയകരമായിട്ട് മാനേജ് ചെയ്യണം അല്ലെങ്കിൽ കൈകാര്യം ചെയ്യണമെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഓരോ ഹോസ്പിറ്റലിലും ലീക്കേജ് റെസ്പോൺസ് പ്ലാനുകൾ തയ്യാറാക്കുകയും അതിലൂടെ കൃത്യമായിട്ട് ഏതൊക്കെ ഉപകരണങ്ങൾ ആ ഒരു ലീക്കേജ് റെസ്പോൺസുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കാം, അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫുകൾക്ക് കൃത്യമായിട്ടുള്ള പരിശീലനങ്ങൾ നൽകുക, ഏതൊക്കെ റെസ്പോൺസ് പ്രൊസീജിയേഴ്സ് ആണ് ഓരോ സ്പില്ലേജ് വേസ്റ്റുമായി ബന്ധപ്പെട്ട് യൂസ് ചെയ്യേണ്ടത്, ഏതൊക്കെ കണ്ടെയ്ൻമെന്റ്, അതെ ഡിഫറെന്റ് കളർ വേസ്റ്റ് ബാഗുകളൊക്കെ കണ്ടിട്ടില്ലേ, അതുകൊണ്ടൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പൊ അത് ഓരോന്നും നമ്മൾ ഡിഫറെന്റ് ആയിട്ട് ഇടുന്നത് അതിനെ ഡിഫറെന്റ് രീതിയിൽ. അപ്പൊ ഓരോ വേസ്റ്റുകളും ഡിഫറെന്റ് രീതിയിലാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. എല്ലാം ഒരുപോലെയല്ല നമ്മൾ ഡിസ്കാർഡ് ചെയ്യുന്നത്. അപ്പൊ പലർക്കും നിങ്ങൾക്ക് കണ്ടു കാണാം, യെല്ലോ കണ്ടിട്ടുണ്ടാവും, ഗ്രീൻ കണ്ടിട്ടുണ്ടാവും, ബ്ലാക്ക് കണ്ടിട്ടുണ്ടാവും, ഇല്ലേ, കണ്ടിട്ടില്ലേ? അത് വ്യത്യസ്തമായിട്ടുള്ള അപ്പൊ ഓരോ വേസ്റ്റ്, ഏതൊരു വേസ്റ്റ് ഹോസ്പിറ്റലിൽ ജനറലി പറയുകയാണെങ്കിൽ ഏത് ഹോസ്പിറ്റൽ വേസ്റ്റ് വന്നിട്ടുണ്ടെങ്കിലും അത് ഓരോന്നും വ്യത്യസ്തമായ രീതിയിലാണ് അത് ഡിസ്കാർഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിർമ്മാർജ്ജനം ചെയ്യുന്നത്. എല്ലാം ഒരുപോലെയല്ല നമ്മൾ ഡിസ്പോസ് ചെയ്യുക. അതിന് വ്യത്യസ്ത പ്രൊസീജിയേഴ്സ് അനുസരിച്ചാണ്. ഇപ്പൊ ലോക്കലായിട്ടുള്ള റെഗുലേഷൻസ്, നിയന്ത്രണങ്ങൾ അനുസരിച്ച് ഇപ്പൊ പ്ലാസ്റ്റിക് ആണെങ്കിൽ അതിൻ്റെതായ രീതിയിലായിരിക്കും, ബയോളജിക്കൽ പരമായിട്ടുള്ള ബയോ വേസ്റ്റസ് ആണെങ്കിൽ അതിൻ്റെതായ രീതിയിലായിരിക്കും. അപ്പൊ ഓരോന്നിനും വ്യത്യസ്ത പ്രൊസീജിയേഴ്സ് ആയി യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടാൻ മാത്രമല്ലേ, സെപ്പറേറ്റ് ചെയ്ത് കിട്ടിയാൽ മാത്രമല്ല അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തത്. അപ്പൊ അതെന്താ വെച്ച് കഴിഞ്ഞാല് അപ്പൊ അവർക്ക് അത് കൈകാര്യം ചെയ്യുന്ന വർക്കേഴ്സിനാണെങ്കിൽ അധികം ബുദ്ധിമുട്ടില്ല അല്ലെ. എല്ലാവരും മിക്സ് ചെയ്തിടുമ്പോ എന്താ പ്രശ്നം, അവർക്ക് അതിൽ നിന്ന് തിരഞ്ഞ് മാറ്റേണ്ടതായിട്ട് വരും. അപ്പൊ അവിടെ റിസ്ക് കൂടുതലല്ലേ, അവർക്ക് റിസ്ക് കൂടുതലല്ലേ, ഇല്ലേ? അതിലെന്തെങ്കിലും ഇതുപോലെയുള്ള എന്തെങ്കിലും സാധനങ്ങളോ മിക്സ് ആയിട്ട് റിസ്ക് കൂടുതൽ. അപ്പൊ അതിന് പകരം നമ്മളിങ്ങനെ ഓരോ കണ്ടെയ്നേഴ്സിലായിട്ടൊക്കെ മാറ്റുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ഡിസ്പോസൽ രീതികളാണ്. അപ്പൊ അത് കൃത്യമായിട്ട് നമുക്ക് ആ ഒരു ബയോളജിക്കൽ പരമായിട്ടുള്ളതാണെങ്കിൽ അത് അങ്ങനെ ഡിസ്പോസ് ചെയ്യാം. അപ്പൊ അവിടെ ആ വർക്കേഴ്സിന്റെ വർക്ക് കുറവാണ്, അവർക്ക് അധികം അതുമായിട്ട് ഇടപെടൽ നടത്തേണ്ടി വരും. അപ്പൊ ആ റിസ്ക് കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എല്ലാ തരത്തിലുള്ള വേസ്റ്റിനും കാര്യം പറയുന്നുണ്ടെങ്കിൽ പോലും പ്രധാനമായിട്ടും നമ്മുടെ ഈ ഒരു കുറച്ച് കെമിക്കൽസ്, ബോഡി ഫ്ലൂയിഡ്സ്, അങ്ങനെ ഓരോന്നും നമ്മൾ തിരിച്ച് ഇത് ഓരോന്നും പഠിക്കുന്നുണ്ട് കേട്ടോ. അതെങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നത്, അത് പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ സ്റ്റെപ്പുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, സോ അത്രയും കാര്യങ്ങളാണ്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ.
ആ ഇൻട്രൊഡക്ഷൻ ഭാഗം. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് കേട്ടോ. To successfully manage leakage waste in hospital, necessary to have a leakage response plan. അവിടെ വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടേ. ക്ലിയർ ആണോ? കംപ്ലീറ്റ് ആയില്ല ആരുടെ? കംപ്ലീറ്റ് ആയോ? ഓക്കെ, നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. ക്ലിയർ അല്ലേ? അണ്ടർലൈൻ ചെയ്യുന്നതോ? ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോ? അതിനുശേഷം തേർഡ് സെന്റൻസ്, സ്പില്ലേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ may consist of blood, body fluids, chemicals or other potentially dangerous substances. അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. അടുത്തത് ടു സക്സസ്ഫുള്ളി മാനേജ്, കണ്ടോ ലാസ്റ്റ് ഭാഗമായിട്ട്, ടു സക്സസ്ഫുള്ളി മാനേജ് ലീക്കേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ ഇറ്റ്സ് നെസസറി ടു ഹാവ് എ ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ. കിട്ടിയോ? ഓക്കെ ഓക്കെ, നമ്മൾ നെക്സ്റ്റിലേക്ക് പോവാണ് കേട്ടോ. റിസ്ക് ആൻഡ് ഹസാർഡ്സ് അസോസിയേറ്റഡ് വിത്ത് സ്പില്ലേജ് വേസ്റ്റ്. ഒരു സ്പില്ലേജ് വേസ്റ്റുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകളും ആപത്തുകളുമാണ് പറയുന്നത്. Here are some of the risks and hazards associated with spillage waste. Spillage wasteമായി ബന്ധപ്പെട്ട റിസ്കും ഹസാർഡ്സും എന്തൊക്കെയാണ്? വളരെ എളുപ്പമുള്ളതാകുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് വൺ ആണ് ഇൻഫെക്ഷൻ. ഇല്ലേ, നന്നായിട്ട് പ്രോപ്പർ ആയിട്ട് ഒരു സ്പില്ലേജ് വേസ്റ്റ് നന്നായിട്ട് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അതിലൂടെ ആ കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾക്ക് ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. അല്ലെ, അണുബാധകൾ വരാൻ സാധ്യതയുണ്ട്. ഉണ്ടോ? അണുബാധ വരാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അതിൽ ഇൻഫെക്ഷൻ എന്താ കൊടുത്തിരിക്കുന്നത്? ലീക്കേജ് ഓഫ് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ക്യാൻ സ്പ്രെഡ് transmittable diseases such as HIV, hepatitis B and C, and other blood-borne pathogens. Healthcare staff and patients who engage with polluted items are at risk of getting sick. ഇവിടെ ഇൻഫെക്ഷൻസ് വരാൻ അല്ലെങ്കിൽ അണുബാധകൾ വരാൻ സാധ്യതയുണ്ട്. അതായത് ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സോ സ്പ്രെഡ് ട്രാൻസ്മിറ്റബിൾ ഡിസീസസ്. ഇപ്പൊ നമുക്ക് ബ്ലഡിലൂടെയോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ലീക്ക് ആവാണ്. അങ്ങനെ ലീക്ക് ആവുന്നുണ്ടെങ്കിൽ അതിലൂടെ ട്രാൻസ്മിറ്റബിൾ ആയിട്ടുള്ള ഡിസീസസ് എങ്ങനെയുള്ളതാ? പകർച്ചവ്യാധികൾ അല്ലെ. പകർച്ചവ്യാധികള് ഈ പറയുന്ന പോലെ HIV, അതുപോലെ ഹെപ്പറ്റൈറ്റിസ് B and C and other blood-borne pathogens. രക്തത്തിലൂടെ പകരുന്ന മറ്റു രോഗാണുക്കളൊക്കെ അല്ലെങ്കിൽ രോഗങ്ങളൊക്കെ ഈ ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സ് ലീക്ക് ആവുമ്പോൾ സ്വാഭാവികമായിട്ടും പുറത്തു വരും അല്ലെ. And healthcare staff and patients who engage with polluted items are at risk of getting sick. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഹെൽത്ത് കെയർ സ്റ്റാഫോ പേഷ്യൻസിനോ അവർക്ക് എന്ത് ചെയ്യും? ഇതുമായിട്ട് പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഐറ്റംസുമായിട്ട് കൈകാര്യങ്ങൾ ചെയ്യുന്ന വരുമ്പോ അല്ലെങ്കിൽ അവർക്ക് അതുമായി ബന്ധപ്പെട്ട കോണ്ടാക്റ്റിൽ ഏർപ്പെടേണ്ടി വരികയാണെങ്കിൽ അവര് എന്താണ്? റിസ്ക് ഓഫ് ഗെറ്റിംഗ് സിക്ക്. അവര് അസുഖബാധിതരാവാനായിട്ട് അപകട സാധ്യതയിലാണ്, അല്ലെങ്കിൽ റിസ്കിലാണ് നമുക്ക് പറയേണ്ട കാര്യങ്ങൾ. ശരിയല്ലേ? ഒരു ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയാണ്? ഇവിടെ ഒരു ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സോ ലീക്ക് ആവുന്നു അല്ലെ. ആൻഡ് സ്പ്രെഡ് ട്രാൻസ്മിറ്റബിൾ ഡിസീസ്. പകർച്ചവ്യാധികള് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിലൂടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്വാഭാവികമായും പ്രധാനമായിട്ടും HIV, ഹെപ്പറ്റൈറ്റിസ് B and C, മറ്റ് രക്തത്തിലൂടെ അല്ലെങ്കിൽ രക്തത്തിലൂടെ പകരുന്ന മറ്റു രോഗങ്ങളൊക്കെ ഈ വഴി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന സ്റ്റാഫുകളായിക്കോട്ടെ പേഷ്യൻസ് ആയിക്കോട്ടെ ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻ
ഉണ്ടാവാനായിട്ട് അവര് വളരെ ഹൈ റിസ്കിലാണ്, അല്ലെങ്കിൽ അപകട സാധ്യത വളരെ കൂടുതലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ ആണോ? ഇൻഫെക്ഷൻ മനസ്സിലായോ? ഓക്കെ. രണ്ടാമത്തേതാണ് chemical exposure. Leakage of chemical can expose healthcare staff and patients to toxic substances, such can lead to skin irritation, respiratory problems, or other health issues. ഇപ്പൊ രണ്ടാമത്തേതാണ് കെമിക്കൽ എക്സ്പോഷർ. ഇപ്പൊ കെമിക്കൽസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എക്സ്പോഷർ അല്ലെങ്കിൽ സമ്പർക്കം ഉണ്ടാവുക. ലീക്കേജ് ഓഫ് കെമിക്കൽസ് ക്യാൻ എക്സ്പോസ് ഹെൽത്ത് കെയർ സ്റ്റാഫ്. അവിടെയുള്ള ഇപ്പൊ കെമിക്കൽസ് എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് ഇപ്പോ ലബോറട്ടറികളിൽ തന്നെ നമുക്ക് ലാബ് ടെസ്റ്റുകൾ ചെയ്യാൻ വേണ്ടി നമ്മൾ കെമിക്കൽസ് യൂസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോ മെർക്കുറി ആയിക്കോട്ടെ അല്ലെങ്കിൽ ലെഡ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ പേഷ്യൻസിന്റെ പരിചരണവുമായി ബന്ധപ്പെട്ട് ഉപകരണങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ലീക്കേജ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനോട് എക്സ്പോസ്ഡ് ആണ്, അല്ലെങ്കിൽ അതുമായിട്ട് സമ്പർക്കത്തിൽ വരുന്ന ഹെൽത്ത് കെയർ സ്റ്റാഫ് ആണെങ്കിലും പേഷ്യൻസ് ആണെങ്കിലും ടോക്സിക് സബ്സ്റ്റൻസുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുകയും അതിലൂടെ അവർക്ക് ചിലപ്പോൾ സ്കിൻ ഇറിറ്റേഷൻസ് അല്ലെ, ചിലപ്പോൾ സ്കിന്നുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻസോ കാര്യങ്ങളോ, അല്ലെങ്കിൽ ചിലപ്പോൾ സ്കിന്നുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇച്ചിങ്ങോ കാര്യങ്ങളോ ഒക്കെ വന്നേക്കാം. അതുപോലെ തന്നെ റെസ്പിറേറ്ററി പ്രോബ്ലം, ചില ആളുകൾക്ക് ഇത് ശ്വസിച്ചു കഴിഞ്ഞാൽ റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഉണ്ടാവും അല്ലെ, ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഒക്കെ ഫീൽ ചെയ്യാറുണ്ട്. എല്ലാവർക്കും ഉള്ള കാര്യമല്ല, ചില ആളുകൾക്ക് കെമിക്കൽസുമായി ബന്ധപ്പെട്ട സമ്പർക്കത്തിൽ ഏർപ്പെട്ട് ശ്വസിക്കാൻ ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടാറുണ്ട്. ഓർ അതർ ഹെൽത്ത് ഇഷ്യൂസ്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളോ നേരിടേണ്ടി വന്നേക്കാം. ഒരു കെമിക്കൽ എക്സ്പോഷർ എന്ന് പറയുമ്പോൾ കെമിക്കൽസിന്റെ ലിങ്കേജുമായി ബന്ധപ്പെട്ട് കെമിക്കൽസുമായിട്ട് സമ്പർക്കത്തിൽ എടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ഹെൽത്ത് കെയർ സ്റ്റാഫും പേഷ്യൻസും ടോക്സിക് സബ്സ്റ്റൻസുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുക എന്നതാണ്. അപ്പൊ അതിലൂടെ അവർക്ക് ചിലപ്പോ സ്കിൻ ഇറിറ്റേഷൻസ് ഏർപ്പെടാം, റെസ്പിറേറ്ററി ഡിഫിക്കൽറ്റി, ശ്വസിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ വന്നേക്കാം. ക്ലിയർ ആണോ? സെക്കൻഡ് വൺ കെമിക്കൽ എക്സ്പോഷർ. ഓക്കെ. തേർഡ് വൺ ആണ് ഇഞ്ചുറി. Leakage of sharps can endanger both healthcare staff and patients, increasing the risk of punctured wounds and the possibility of blood-borne pathogens. അതായത് ഇവിടെ ഇഞ്ചുറി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ലീക്കേജ് ഓഫ് ഷാർപ്പ് എന്ന് വെച്ചാൽ എന്താ? ഷാർപ്പ് മൂർച്ചയുള്ളതായിട്ടുള്ള ഉപകരണങ്ങൾ, അതെ, നീഡിൽസ് ആവാം, പിന്നെ എന്തൊക്കെ വരാം, ബ്ലേഡുകള്, അതുപോലെ തന്നെ ലാൻസെറ്റ്, ഗ്ലാസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പൊ ഗ്ലാസ് ഒക്കെ പൊട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ ഒരു എന്താണ് ഷാർപ്പ് ആയിട്ടുള്ളതായിട്ട് മാറും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും ഷാർപ്പ് ആയിട്ടുള്ള ഉപകരണങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും മൂർച്ചയുള്ളതായിട്ടുള്ള സാധനങ്ങള് ലീക്ക് ആവുമ്പോൾ അതിലൂടെ ഹെൽത്ത് കെയർ സ്റ്റാഫിനും പേഷ്യൻസിനും മുറിവുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ. റിസ്ക് ഓഫ് പങ്ക്ചർ ബൗൺസ്, അത് കുത്തിക്കയറിയോ അല്ലെങ്കിൽ അത് മേത്ത് തുളച്ചു കയറിയോ മുറിവുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഉണ്ടോ? ആ മുറിവുകൾ ഉണ്ടായാൽ എന്താ പ്രശ്നം? ആ മുറിവുകൾ ഉണ്ടായാൽ പോസിബിലിറ്റി ഓഫ് ബ്ലഡ് ബോൺ പാത്തോജൻസ് അല്ലെ, രക്തത്തിലൂടെ പകരുന്ന പാത്തോജൻസ് അല്ലെങ്കിൽ രോഗകാരികൾ അതിലൂടെ കയറാനും ഇൻഫെക്ഷൻ ഉണ്ടാവാനും സാധ്യതയുണ്ടോ? അതാണ് ഇഞ്ചുറിയുമായി. ഇഞ്ചുറി ഉണ്ടാവുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട് ഇൻഫെക്ഷൻസും വരാൻ സാധ്യതയുണ്ട്. ഇഞ്ചുറിയിൽ പറയുന്നത് ലീക്കേജ് ഓഫ് ഷാർപ്സ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ നീഡിൽസ് ആവാം, മൂർച്ചയുള്ളതാണ്, നീഡിലാവാം, ലാൻസെറ്റ് ആവാം, ഗ്ലാസ് ആവാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളുടെ ലീക്കേജ് ഉണ്ടാവുമ്പോൾ അത് ഹെൽത്ത് കെയർ സ്റ്റാഫിനും പേഷ്യൻസിനും എന്ത് ചെയ്യുന്നു? ഇൻക്രീസിംഗ് ദ റിസ്ക് ഓഫ് പങ്ക്ചർ. അത് കയറി മുറിവുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ മുറിവുകളിലൂടെ ബ്ലഡ് ബോൺ പാത്തോജൻസ് അല്ലെങ്കിൽ രക്തത്തിലൂടെ പകരുന്ന രോഗകാരികൾ കയറാനും സാധ്യത. ക്ലിയർ ആണോ? ഇഞ്ചുറി. ഓക്കെ. Then fourth one ആണ് radiation exposure. Leakage of radioactive materials can expose healthcare workers and patients to ionizing radiation, which can cause radiation illness, cancer or other health issues. ഇപ്പൊ നമ്മുടെ റേഡിയോളജി റൂമുകളിലൊക്കെ വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് അല്ലെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഇല്ലേ? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് പഠിച്ചോ? ചാപ്റ്റർ എടുത്തു തുടങ്ങിയോ? പഠിച്ചോ? പഠിച്ചിട്ടില്ല? ഓക്കെ, ഒരു ചാപ്റ്റർ തന്നെ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്കറിയാം റേഡിയേഷൻസുമായി ബന്ധപ്പെട്ട് എക്സ്റേ, ഗാമ റേ അല്ലെ,
UV റേഡിയേഷൻസ്. അങ്ങനെ പല റേഡിയേഷൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ടോ അവിടുത്തെ ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട് ഇല്ലേ, എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട റേഡിയേഷൻസ്, അയണൈസിംഗ് റേഡിയേഷൻസ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ എന്തെങ്കിലും ഇങ്ങനെയുള്ള റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലിന്റെ ലീക്കേജ് സംഭവിക്കുകയാണെങ്കിൽ അവിടുത്തെ ഹെൽത്ത് വർക്കേഴ്സിനും പേഷ്യൻസിനും എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഈ ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലിനോട് വിധേയമാകുന്നുണ്ട്. അതിലൂടെ റേഡിയേഷനുമായി ബന്ധപ്പെട്ട് പല രോഗങ്ങളും അവർക്ക് വരും അല്ലെ, അവിടുത്തെ സ്റ്റാഫുകൾക്ക് വരാറുണ്ട് അല്ലെ. പ്രധാനമായിട്ടും വരുന്നൊരു രോഗം എന്താ, റേഡിയേഷൻ ഏൽക്കുകയാണെങ്കിൽ മിക്ക ആളുകൾക്കും കോമൺ, പ്രധാനമായിട്ടും അത് വർക്കേഴ്സിനാണ് കേട്ടാ. കൂടുതലായിട്ടും വരുന്നൊരു രോഗം എന്താ, ക്യാൻസർ ആണ്. കേട്ടിട്ടില്ലേ അത്? കൂടുതലായിട്ടും വരുന്നത് ഈ ക്യാൻസറിന് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ് ആയിട്ട് നമ്മൾ റേഡിയേഷൻ യൂസ് ചെയ്യാറുണ്ട് അല്ലെ, യൂസ് ചെയ്യാറില്ലേ? എന്നാൽ പോലും അവിടുത്തെ വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ കണ്ടിന്യൂസ് ആയിട്ട് ഇതിന് എക്സ്പോസ്ഡ് ആവുന്ന ആളുകളാണ്. ശരിയല്ലേ? പേഷ്യൻസ് മാത്രമല്ല, അവിടുത്തെ പേഷ്യൻസിന് അവരുടെ അത്യാവശ്യം അവരുടെ ഡയഗ്നോസിസ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുക അല്ലെ. അതല്ലാതെ അവിടുത്തെ സ്റ്റാഫുകൾ എന്ന് പറയുന്നവർ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഇതുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവർക്ക് രോഗങ്ങളും ഇപ്പൊ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ മറ്റ് ആരോഗ്യകരമായിട്ടുള്ള മറ്റു പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതാണ് റേഡിയേഷൻ എക്സ്പോഷർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ റേഡിയേഷൻ എക്സ്പോഷർ? ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് environmental pollutions. Environmental pollutionil the leakage of dangerous material can contaminate the environment. But ചില dangerous അപകടകരമായിട്ടുള്ള മെറ്റീരിയൽസിന്റെ ലീക്കേജ് നമ്മുടെ എൻവയോൺമെന്റിനെ കണ്ടാമിനേറ്റ് ചെയ്യുന്നതിൽ മലിനീകരിക്കുന്നുണ്ട്, ഇൻക്ലൂഡിംഗ് സോയിൽ, വാട്ടർ ആൻഡ് എയർ. നമ്മുടെ പരിസ്ഥിതിയിലുള്ള മണ്ണിനെ, വാട്ടറിനെ, വെള്ളത്തിനെ, അതുപോലെ നമ്മുടെ വായുവിനെയൊക്കെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, മലിനീകരിക്കുന്നുണ്ട്. ദിസ് പൊല്യൂഷൻ ക്യാൻ കോസ് ലോങ് ടേം റിസൾട്ട് ഓൺ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് എൻവയോൺമെന്റ്. ഇങ്ങനെയുള്ള പൊല്യൂഷൻസ് വന്നേ പ്രധാനമായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ പ്ലാസ്റ്റിക് പൊല്യൂഷൻസ് അല്ലെ, എൻവയോൺമെന്റിനെ കൂടുതൽ ബാധിക്കുന്നത്. അതായത് ദീർഘകാല പ്രതികൂല ഫലങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും ദീർഘകാല ലോങ് ടേം ആയിട്ട് പ്രതികൂല ഫലങ്ങൾ ഉണ്ടാകുന്ന പൊല്യൂഷൻസ് ഉണ്ട് അല്ലെ. ഇപ്പൊ ഓയിൽ സ്പില്ലേജ്, എന്താണ് ഓയില് പോകുന്നത്, ലീക്ക് ആവുന്നത്, അത് നമ്മുടെ വാട്ടറിനെയും മണ്ണിന്റെ ഒക്കെ ആ ഒരു ഫലം പുഷ്ടിയും അതുപോലെ തന്നെ അതിന്റെ വാട്ടറിന്റെ ക്വാളിറ്റി ഒക്കെ മാറ്റുന്നില്ലേ, മനസ്സിലാവുന്നില്ലേ? അപ്പൊ അങ്ങനെയുള്ള പൊല്യൂഷൻസ് അത് പെട്ടെന്ന് നമുക്ക് മാറ്റാൻ പറ്റുമോ? കുറച്ച് സമയം എടുക്കും അല്ലെ അതൊന്ന് മാറാനായിട്ട് അല്ലെ. അതുപോലെ എന്താണ് നമ്മുടെ പ്ലാസ്റ്റിക് പൊല്യൂഷൻസ്, അതുപോലെ തന്നെ കെമിക്കൽ സ്പില്ലേജ്, കെമിക്കൽസുമായി ബന്ധപ്പെട്ട് അപ്പൊ അങ്ങനെയുള്ള വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ലീക്കേജ് ആവുമ്പോൾ അത് നമ്മുടെ എൻവയോൺമെന്റിനെ വളരെ ഗുരുതരമായിട്ട് ബാധിക്കുകയും ഒരു ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു ലോങ് ടേം റിസൾട്ട് ആണ് അതിലൂടെ നമുക്ക് പ്രതികൂലമായിട്ടുള്ള റിസൾട്ട് അല്ലെങ്കിൽ ഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ വാട്ടറിനെയും സോയിലിനെയും അതുപോലെ എയറിനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മലിനീകരിക്കുന്നുണ്ട്. There are no environmental pollution. Okay. Next one നമുക്ക് പറയാം ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതായത് ഇൻഅപ്രോപ്രിയേറ്റ് ഹാൻഡിലിംഗ് ഇത് ഇതിന്റെ കൂടെ പറയുന്നതാണ് കേട്ടോ. ഇൻഅപ്രോപ്രിയേറ്റ് നമുക്കൊരു ഇങ്ങനെയുള്ള ലീക്കേജ് വേസ്റ്റ് ഉണ്ട്, അത് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തില്ല അല്ലെങ്കിൽ ശരിയായ രീതിയിൽ നിർമ്മാർജ്ജനം ചെയ്തില്ല എങ്കിൽ ലീക്കേജ് വേസ്റ്റ് may cause legal and financial liability for hospital and health care organization. ഈ പറയുന്ന രീതിയിലുള്ള ഒരുപാട് സ്പില്ലേജ് വേസ്റ്റുകൾ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുണ്ടാവുന്നുണ്ട്. അത് നമ്മൾ ഒരുപാട് പഠിച്ചല്ലോ. അപ്പൊ അങ്ങനെയുള്ള അപകട സാധ്യതകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അപകട സാധ്യതകൾ ഉണ്ടാവുമ്പോൾ എപ്പോഴും ശരിയായ രീതിയിൽ ഇത് കൈകാര്യം ചെയ്യുകയും അത് നിർമ്മാർജ്ജനം ചെയ്യുകയും വേണം. അപ്പൊ അങ്ങനെ അത് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തില്ല, ശരിയായ രീതിയിൽ ഡിസ്പോസ് ചെയ്തില്ല എങ്കിൽ ഇതിലൂടെ അവർക്ക് എന്ത് നേരിടേണ്ടി വരും? ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ ലയബിലിറ്റി ഓഫ് ദ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഇല്ലേ. ശരിയായ രീതിയിൽ വേസ്റ്റ് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ആ ഹോസ്പിറ്റൽ എന്തെങ്കിലും നിയമപരമായ നടപടി നേരിടേണ്ടി വരുമോ? ഒന്നും വരില്ലേ? വരും അല്ലെ. സ്വാഭാവികമായിട്ടും ലോക്കൽ ഓർഗനൈസേഷൻസിന്റെ പരിശോധനകളിൽ അത് തെളിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നിയമപരമായിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള പല രീതിയിലുള്ള നിയമ നടപടികൾ നേരിടേണ്ടി വരും അല്ലെ. നിയമപരമായിട്ട് കുറെ കാര്യങ്ങൾ വരും, അതുപോലെ തന്നെ സാമ്പത്തിക പിഴയോ ശിക്ഷയോ ഒക്കെ അല്ലെ, പണിഷ്മെന്റ് ഒക്കെ വരാനുണ്ട് അല്ലെ. പ്രധാനമായിട്ടും പിഴകളൊക്കെയാണ് അടയ്ക്കാനായിട്ട് വരാറ് അല്ലെ. ഇത്ര രൂപ ഫൈൻ ഒക്കെ കൊടുക്കാറുണ്ട്, ശരിയല്ലേ?
കേട്ടിട്ടില്ലേ? ഹോസ്പിറ്റലിന് നല്ല രീതിയിൽ വേസ്റ്റ് ഡിസ്പോസ് ചെയ്തില്ല, അവരത് കൃത്യമായിട്ടുള്ള ലോക്കലായിട്ടുള്ള റെഗുലേഷൻസ് അനുസരിച്ചല്ല, നിയമങ്ങൾ അനുസരിച്ചല്ല ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ ലയബിലിറ്റി അല്ലെങ്കിൽ ബാധ്യതകൾ ആ ഹോസ്പിറ്റലിനോ അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനോ ഫേസ് ചെയ്യുന്നതായിട്ട് വരണം. ഇത്രയും വരെ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഒന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. ഡൗട്ട്സ് എന്തെങ്കിലും ചോദിച്ചാൽ മതി പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു.